ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ പകലാണ്. ഇന്ന് ഉച്ചയോടെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന പൂർത്തിയാകും. പല നാടുകളിൽ ഇരുന്ന് ഞങ്ങളോട് സഹകരിക്കുന്ന നിങ്ങൾക്ക് ഒത്തിരി നന്ദി. നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ വീണ്ടും കർത്താവ് കൃപ തരട്ടെ. ഈ വർഷം തുടങ്ങിയപ്പോൾ ഞങ്ങൾ കുറച്ച് ദൈവദാസന്മാർ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാ മാസവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ആ കൂട്ടത്തിൽ ഫിന്നി സ്റ്റീഫൻ ബ്രദറിനോട് കർത്താവ് ഈ പുതിയ വർഷം പറഞ്ഞു, കൂടി വരുമ്പോഴെല്ലാം എല്ലാ വിഷയങ്ങളും പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ കൂടുതലും ഞങ്ങൾ ചെയ്യുന്ന അന്യഭാഷയിലുള്ള പ്രാർത്ഥനയാണ്. അന്യഭാഷയിൽ എല്ലാവരും കൂടി വരുമ്പോൾ പ്രാർത്ഥിക്കും. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം 8 മണിക്കൂർ പ്രാർത്ഥനയെല്ലാം അങ്ങനെയാണ് പോയത്. 140 ദിവസം, അതായത് ഒരു 4 മാസം 8 മണിക്കൂർ വെച്ച് സഭ മുഴുവനും വന്ന് കുഞ്ഞുങ്ങളെല്ലാം അടക്കം പ്രാർത്ഥിക്കുകയാണ്. അന്യഭാഷയിലാണ് കൂടുതൽ പ്രാർത്ഥന. അതുകൂടാതെ ഈ വർഷം ഓരോ കാര്യങ്ങളും, ഇപ്പോൾ സമൂഹം കടന്നു പോകുന്ന വിഷയങ്ങളെല്ലാം പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഉദാഹരണം, കാലിഫോർണിയയിൽ അമേരിക്കയിൽ വലിയ തീപിടുത്തം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇത് കേട്ടു ഞങ്ങളുടെ ദൈവദാസന്മാർ, ഇത് ഫിന്നിബർ ഇത് പറയലും ബാക്കി എല്ലാവരും കൂടി ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളും 1, 2, 3, 4 എന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന ഭയങ്കര എഫക്റ്റാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമ്മൾ ഐക്യമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും, അതിന് അന്യഭാഷ മാത്രം പോരല്ല. ഐക്യമത്യപ്പെടണമെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാവർക്കും കൂടി ഒരു ലാംഗ്വേജ് വേണം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് മാത്രം പോരാ. ഐക്യമത്യപ്പെട്ട ഒരു കാര്യം ചോദിക്കണമെങ്കിൽ ഒന്നില്ല ഇംഗ്ലീഷിൽ, എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണെങ്കിൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ മലയാളം, തമിഴ്, ഏത് ഭാഷയാണോ ആ ഭാഷയിൽ ഐക്യമത്യപ്പെടണം. അപ്പോൾ ഒരു വിഷയം പറഞ്ഞ് എല്ലാവരും കൂടി ചേർന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. വേണമെങ്കിൽ കൈകോർത്ത് പ്രാർത്ഥിക്കാം. ഈ വർഷം കുടുംബമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൈകോർത്ത് പ്രാർത്ഥിക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക് എങ്ങനെ എഫക്റ്റായിട്ട് പ്രാർത്ഥിക്കാൻ തോന്നുന്നുവോ, നിങ്ങളുടെ ഹൃദയത്തിൽ തൃപ്തി വരുന്ന രീതിയിൽ ഏത് ആക്ഷനും നിങ്ങൾക്ക് എടുക്കാം. എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം, ഇരുന്ന് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിച്ചാലും, കടൽക്കരയെ വെച്ച് അവർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്നൊക്കെ അത് പൗലോസിന്റെ ചരിത്രത്തിൽ കാണും. അവിടെ അന്യഭാഷയിലല്ല, അവരൊരുമിച്ച് കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് ദൈവദാസനെ അനുഗ്രഹിച്ചയക്കുന്നു, അങ്ങനെ പ്രാർത്ഥിച്ചയച്ചു. പിന്നെ പൗലോസിന്റെ പ്രാർത്ഥനകൾ എഫേസ്യ ലേഖനത്തിലെല്ലാം കാണാം. പ്രാർത്ഥിക്കണം, പറഞ്ഞ് ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കണം. ആത്മീയത്തിൽ വളർന്നവർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു 10-20 മിനിറ്റെങ്കിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കണം. അത് ഒത്തിരി അനുഗ്രഹമാണ്. ഈ പ്രായോഗികമായ കാര്യങ്ങൾ കേട്ട് അതുപോലെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് അത് പറയാനായിട്ടൊരു സന്തോഷമുണ്ട്. ഇതെല്ലാം കേട്ടാൽ അതുപോലെ പ്രാക്ടിക്കലാക്കുന്നവരുണ്ട്. നിങ്ങൾക്കത് അനുഗ്രഹമാകട്ടെ. നീണ്ട 30-ലധികം വർഷം എനിക്കും എൻ്റെ കൂടെയുള്ള ദൈവദാസന്മാർക്കൊക്കെ ഫലമുണ്ടായ അതേ കാര്യങ്ങൾ നിങ്ങൾക്കും പ്രയോജനപ്പെടട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കാം. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. This is my desire to honor you, Lord, with all my heart I worship you. All I have
every moment I'm away. Lord, have your way in me. Lord, I give you my heart, I give you my soul. I live for you alone. Every breath that I take, every moment I'm awake. Lord, have your way in me. Have your way. This is my desire, to honor you, Lord, with all my heart. I worship you. Yes. All I have within me, I give you praise. All that I adore is in you, Lord. Lord, I give you my heart, I give you my soul. I live for you alone. Every breath that I take, every moment I'm awake. Lord, have your way in me. Lord, I give you my heart, I give you my soul. I live for you alone. Every breath that I take, every moment I'm awake. Lord, have your way in me. Have your way in me, Jesus. യോഹന്നാന്റെ സുവിശേഷം 17:14. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായിക കൊണ്ട് ലോകം അവരെ പകച്ചു. അടുത്ത വാക്യം, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതവണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥന, പിതാവേ, ഞാൻ അങ്ങയുടെ വചനം അവർക്ക് കൊടുത്തു. ആ വചനം അവരെ ലൗകികതയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അതായത് അവരിപ്പോൾ നാച്ചുറൽ അല്ല, സൂപ്പർ നാച്ചുറലായി. അതുകൊണ്ട് ലോകം അവരെ പകയ്ക്കുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു അന്യഗൃഹ ജീവിയെ പോലെയാണ് ഈ രക്ഷിക്കപ്പെട്ടവരെ ചില സമൂഹങ്ങളൊക്കെ കാണുന്നത്. ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞേ, നീ കള്ളു കുടിക്കൂലേ, സിഗരറ്റ് വലിക്കില്ലേ, സിനിമ പോലും കാണൂലേ, അയ്യോ ഇതെന്താണിത്, അങ്ങനെയൊക്കെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? എടാ, കള്ളു കുടിക്കാതെ, സിഗരറ്റ് വലിക്കാതെ, സിനിമ കാണാതെ, എടാ മനുഷ്യനായാൽ കുറച്ച് ചീത്തയൊക്കെ പറയണം, എന്നാലേ സമൂഹത്തിലൊരു അന്തസ്സുള്ളൂ. ഓ, ഇവനൊരു പുണ്യാളൻ. ഇങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കർത്താവിനോട് കൂടുതൽ അടുത്താൽ മതി, ഇതെല്ലാം കേൾക്കും. കാരണം
ലൗകികന്മാരല്ല, ഈ ലോകക്കാരനല്ലാത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലോകം പകക്കാതിരിക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി, അവരെ പോലെ ജീവിച്ചാൽ മതി. അവരെ പോലെ ജീവിക്കുന്ന, അവരുടെ നടപ്പ് പോലെ പോകുന്ന, അവരിൽ ഒരാളായിട്ട് ജീവിക്കുന്ന, ഞായറാഴ്ച മാത്രം ചർച്ചിൽ വരുന്നവർക്ക് യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. എന്നാൽ ശരിയായ വേർപാട്, ശരിയായ വിശുദ്ധ ജീവിതം, ഇതെല്ലാം നയിക്കുന്നവർക്ക് എല്ലാ നിലയിലും എതിർപ്പുകളുണ്ടാകും. ചിലർ വിചാരം ഈ സ്വർണം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേർപാടില്ലെന്ന്. ആര് പറഞ്ഞു? സ്വർണ്ണം ഇടാതിരിക്കും, ഇതൊന്നുമല്ല. അതൊക്കെ അവരവരുടെ വ്യക്തിപരമായ താല്പര്യം. ചിലർ സ്വർണം ഊരും, ചിലർ വെള്ള മാത്രമേ ധരിക്കൂ, ചിലർ ചെരുപ്പിടില്ല. ഞാൻ കണ്ടിട്ടുണ്ട് എംപൗലൂസ് പോലെയുള്ള വലിയ ദൈവദാസന്മാർ ചെരുപ്പ് പോലും ഇടത്തില്ല. അതൊക്കെ അവരെടുത്ത തീരുമാനമാണ് എന്ന് കരുതി ഞാൻ ചെരുപ്പിടും. എനിക്ക് കിട്ടുന്ന കളർ ഷർട്ടെല്ലാം ഞാനിടും. സ്വർണ്ണം ഊരാനോ ഇടാനോ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ഭാര്യയോടോ മോളോടോ പറഞ്ഞിട്ടില്ല. കാരണം ഊരിയാലും ഇട്ടാലും ചെരുപ്പിട്ടാലും ചെരുപ്പ് ഊരിയാലും ലോകത്തിനറിയാം നമ്മൾ വേർപെട്ടവരാണെന്ന്. ലോകക്കാർക്കറിയാം. അവരുടെ പല കാര്യങ്ങളിലും നമ്മൾ പങ്കാളികളാകാതെ വരുമ്പോൾ അവർക്കറിയാം. നമ്മുടെ നടപ്പ്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം പഴയതുപോലെ അവരുമായിട്ടുള്ള കൂട്ടായ്മയിൽ വ്യത്യാസമുണ്ട്. പാപത്തിൽ കൂട്ടായ്മയില്ല, കുടുംബകാര്യങ്ങളിൽ കൂട്ടായ്മയുണ്ട്, ബന്ധുക്കളിൽ. എന്നാൽ അവരുടെ പഴയ പല കാര്യങ്ങളിലും കൂട്ടായ്മയില്ല. നമ്മെ അവർക്ക് ലഭിക്കില്ലെന്ന് അവർക്ക് മനസ്സിലായി. നമുക്ക് കൂട്ടായ്മയുള്ളത് പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ്. അപ്പോൾ കൂട്ടായ്മയിൽ വന്ന വ്യത്യാസമാണ് അവർ നമ്മെ വെറുക്കുന്നത്. വസ്ത്രത്തിലോ വേഷവിധാനത്തിലുള്ള വ്യത്യാസമല്ല, കൂട്ടായ്മ. അതുകൊണ്ട് അവർക്ക് നമ്മെ അംഗീകരിക്കാൻ കഴിയില്ല. ഏത് രീതിയിലും ആർക്കും ജീവിക്കാം. അതായത് വിശ്വാസത്തിൽ വരുന്നവർക്ക് ഏത് തീരുമാനം എടുക്കാം. കാവ്യ വസ്ത്രം ധരിക്കുന്ന പല ദൈവദാസന്മാരെ എനിക്കറിയാം. വലിയ ജുബ്ബ ഇടുന്ന ദൈവദാസന്മാരെ, ജീവിതകാലം മുഴുവൻ അങ്ങനെ ജീവിച്ചവരെ അറിയാം. വെള്ള ഷർട്ടും വെള്ള പാൻറ്റും ഇടുന്നവരുണ്ട്, വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും ഇടുന്നവരുണ്ട്. അതെല്ലാം നല്ലതാണ്. അവരവർക്ക് ദൈവം കൊടുത്ത വെളിപ്പാടാണത്. എനിക്കറിയാം ഒരു സഹോദരി, ആ സഹോദരിക്ക് കഴുത്തിലും കാതയിലൊക്കെ ചൊറിച്ചൽ വരുന്നു. അവരത് ഊരിക്കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് മാറി. കാരണം ആ സഹോദരിയുള്ള ബന്ധത്തിൽ ദൈവത്തിന് താല്പര്യമില്ല. ആ സിസ്റ്റർ സ്വർണ്ണമിടുന്നതിൽ കർത്താവിന് താല്പര്യമില്ലായിരിക്കാം എന്ന് കരുതി അതൊരു ഉപദേശമാണോ? അല്ല. ചിലരെ കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാനുകളാണ്. ഇതൊരു ഉപദേശമാക്കാതിരുന്നാൽ മതി. ചിലരെ കുറിച്ച് ചിലർ മരുന്നെടുക്കില്ല, അത് ദൈവഹിതമാണ്. ആ വ്യക്തിയുള്ള ബന്ധത്തിൽ ആ വ്യക്തി എടുത്ത തീരുമാനമാണ്. എന്നാൽ അതൊരു ഉപദേശമാക്കുമ്പോഴാണ് പല മരണങ്ങളും അനർത്ഥങ്ങളും വീടുകളിൽ ഉണ്ടാകുന്നത്. ഓരോ വ്യക്തികൾക്കും ദൈവം അവരുടെ വിളിയിൽ തന്നെ അതിനുള്ള തീരുമാനശേഷിയും കൂടി കൊടുത്തിട്ടുണ്ട്. ലോകത്തിൽ നിന്ന് വേർതിരിച്ചപ്പോൾ തന്നെ ചിലർക്ക് ചില തീരുമാനമുണ്ട്. ദാനിയേൽ ഒരു തീരുമാനമെടുത്തു, രാജാവിൻ്റെ ഭക്ഷണമോ പാനീയങ്ങളോ ഞാൻ കുടിക്കില്ല. കൊച്ചു ചെറുക്കനെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തെ ദൈവം അംഗീകരിച്ചു. മറ്റുള്ളവരെക്കാൾ അവരുടെ മുഖം, ആ തീരുമാനമെടുത്തവരുടെ മുഖം തേജസ്സുള്ളതായിരുന്നു. ആരോഗ്യമുള്ള ഒരു മുഖം, തേജസ്വറ്റതായി അവർ വിശിഷ്ടരായിട്ട് വിളങ്ങി. നാം എടുക്കുന്ന തീരുമാനങ്ങൾ അത് ദൈവമായിട്ടുള്ള ബന്ധമാണ്. ഒരു സംഘടനയുടെ തീരുമാനമല്ല. ഈ സത്യങ്ങൾ അറിയാൻ നമുക്ക് ദൈവജ്ഞാനം തരും. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. എൻ്റെ ഭാര്യയെ ഞാൻ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധിക്കരുത്. എന്നാൽ അവൾ എടുക്കുന്ന കുറേ തീരുമാനമുണ്ട്. ചില ദിവസങ്ങളിൽ അവൾ ഉപവാസമായിരിക്കും, ചില ദിവസം എൻ്റെ മോൾ ഉപവാസത്തിലായിരിക്കും.
നമ്മുടെ പ്രൈസ് ജനറേഷൻ അങ്ങനെയല്ല, ഇന്ന ദിവസം ഉപവാസം, അങ്ങനൊരു പാരമ്പര്യം ഞാൻ വെക്കേണ്ട ആവശ്യമില്ല. ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായി ദൈവവുമായിട്ടുള്ള എൻകൗണ്ടറുകളുണ്ട്. അവരും ദൈവമായിട്ടിരിക്കുമ്പോൾ അവർക്ക് ചില തീരുമാനമുണ്ട്. ശിംശോനെ ദൈവം ആക്കിയത് ജന്മന മരണം വരെ നാസിർ വൃതസ്ഥനായിട്ടാണ്. അവൻ അങ്ങനെ നിൽക്കണമായിരുന്നു. ഓരോരുത്തർക്കും ഓരോ വിളിയുണ്ട്. അവരുടെ വിളിക്കകത്താണ് അവരുടെ വിജയം. ഏലിയാവ് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നെന്നാണ്. അത് ഏലിയാവിൻ്റെ ആ രൂപം തന്നെയാണ് പിന്നീട് നമ്മൾ കാണുന്നത് സ്നാപയോഹന്നാനും. കാട്ടുതേനും വെട്ടുക്കിളിയുമായിരുന്നു. യേശു യോഹന്നാനെ വിമർശിച്ചില്ല. കാട്ടുതേനും വെട്ടുക്കിളി എന്തിനു കഴിക്കുന്നു? യേശു അത് നോക്കിയില്ല. യേശു വന്നപ്പോൾ യേശു പാപികളുടെ വീട്ടിലെല്ലാം കഴിച്ചു. തിന്നിയും കുടിയനുമായ മനുഷ്യൻ, ചുങ്കക്കാരുടെയും പാപികളുടെ സ്നേഹിതൻ. യോഹന്നാനെ മറ്റുള്ളവർ ഭൂതമെന്ന് പറയും. ഈ ലോകം എപ്പോഴും ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നവനെ എന്തെങ്കിലും പറയും. യോഹന്നാനെ പറയുന്ന അവനിൽ ഭൂതമുണ്ടെന്ന്. അതുകൊണ്ടാണ് അവൻ കാട്ടുതേനും വെട്ടുക്കിളിയും മാത്രം കഴിച്ച് ജീവിക്കുന്നത്. യേശു തിന്നിയും കുടിയനുമായ മനുഷ്യൻ, ചുങ്കക്കാരുടെ പാപികളുടെ സ്നേഹിതൻ. എങ്ങനെ പോയാലും പറയേണ്ടവർ പറയും. യേശുവിനെയും പറഞ്ഞു, യോഹന്നാനെയും പറഞ്ഞു. അപ്പോൾ സത്യം അറിയേണ്ടത്, യേശുവിനെ കണ്ട തിരിച്ചറിയില്ലായിരുന്നു. അപ്പോസ്തലന്മാരെ പോലെ തന്നെ വസ്ത്രധാരണമായിരുന്നു. അതുകൊണ്ടാണ് ഒരുവനെ ഒറ്റിക്കൊടുക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, ഗതശമന തോട്ടത്തിൽ ആ ജുബ്ബ ഇട്ടിരിക്കുന്ന നടുക്ക് ഇരിക്കുന്ന ആ പാസ്റ്ററെ അങ്ങോട്ട് പിടിച്ചോളാൻ പറഞ്ഞാൽ മതി. ഇതിനകത്ത് ഏതാണ് യേശു എന്ന് ആർക്കും മനസ്സിലായി. എല്ലാവരുടെയും വസ്ത്രം കോമൺ ആയിരുന്നു. അതിനകത്ത് പ്രത്യേക വസ്ത്രങ്ങളൊന്നും ഒരു സീനിയർ പാസ്റ്റർ എന്ന നിലയിൽ യേശുവിനില്ലായിരുന്നു. ലോകത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ ഉപദേശവും യേശുവിൻ്റെ വ്യക്തിത്വവും ലോകത്തിൽ നിന്ന് യേശുവിനെയും തൻ്റെ ശിഷ്യന്മാരെയും വേർപെടുത്തി നിർത്തി. വിശുദ്ധ ജീവിതം, മാതൃകാ ജീവിതം. അപ്പോൾ പേരിൽ ക്രിസ്ത്യാനിയായാൽ പോരാ, നേരിൽ ക്രിസ്ത്യാനിയാകണം എന്ന് വി.എ. തോമസ് സാറ് പറഞ്ഞു. അദ്ദേഹം വേറൊരു വാക്ക് പറഞ്ഞു, നീ ക്രിസ്തീയ ഹാനിയാകരുത്, നീ ക്രിസ്ത്യാനിയാകണം. ക്രിസ്തീയ മാർഗത്തെ ഹനിക്കരുതെന്ന്, നശിപ്പിക്കരുത്. ക്രിസ്തീയ ഹാനി വരുത്തരുത് ക്രിസ്തീയ മാർഗത്തിന്. നീ ക്രിസ്ത്യാനിയാകണം. എത്ര വലിയ അർത്ഥവത്തായ വാക്കുകളാണ്. അതല്ല പുറമേ കാണുന്നതല്ല, നിങ്ങളുടെ അലങ്കാരമോ പുറമേ കാണുന്നതല്ല. അകത്തെ മനുഷ്യൻ, അക്ഷയഭൂഷണമായ അകത്തെ ഗൂഢ മനുഷ്യൻ. ലോകത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് വസ്ത്രമോ വ്യത്യസ്തമായ കയ്യടിയോ പാട്ടോ ഒന്നുമല്ല, വ്യക്തിത്വമാണ്. വ്യക്തിത്വം ഒരു പുതിയ മനുഷ്യനായി മാറും. ലോകത്തോട്, പാപത്തോട് പ്രാണത്യാഗത്തോടെ എതിർത്ത് നിൽക്കുന്നു. എന്നാൽ സമൂഹത്തെ സ്നേഹിക്കുന്നു. സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ തന്നെ സമൂഹത്തിൻ്റെ യാതൊന്നിലും പാപത്തിലും പങ്കുചേരുന്നില്ല. ദൈവം വെറുക്കുന്ന എല്ലാം ഈ വ്യക്തിയും വെറുക്കും. സമൂഹത്തെ പ്രസാദിപ്പിക്കാൻ നോക്കില്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുക. അതുകൊണ്ട് സമൂഹം വെറുക്കും. പല കാര്യങ്ങളും സമൂഹം ഒറ്റപ്പെടുത്തും. ഇതാണ് നമ്മൾ വായിച്ച വാക്യം. അവരെ ലോകത്തിൽ നെടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതവണ്ണം അവരെ കാത്തുകൊള്ളണമെത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. കാരണം ഞാൻ ലൗകികനല്ലാത്തത് പോലെ, 14-ാം വാക്യം, അവരും ലൗകികന്മാരല്ലായിക കൊണ്ട് ലോകം അവരെ പകച്ചു. അവരെന്നെ പോലെയാണ്. അവർ പ്രത്യേകമായിട്ട് വേർപെട്ട് ജീവിക്കുന്നവരാണ്. അപ്പൊ വേർപാടെന്ന് പറയുന്നത് ദൈവത്തിലേക്ക് കൂടുതൽ ലഭിക്കുന്നു, ലോകത്തിന് അധികം ലഭിക്കുന്നില്ല. അപ്പോൾ തന്നെ മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, അവർക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു, അവരെ സൗഖ്യമാക്കുന്നു. ലോകത്തിൽ നിന്ന് മാറുന്നില്ലല്ലോ. ലോകക്കാർക്ക് വേണ്ടത് കൊടുക്കുന്നു, എന്നാൽ ലോകക്കാരുടെ ഇതൊന്നും എടുക്കുന്നില്ല. ലോകക്കാർക്ക് സ്വർഗീയമായത് കൊടുക്കുന്നു, എന്നാൽ ലോകക്കാരുടെ ഇതൊന്നും
തിരിച്ച് സ്വീകരിക്കുന്നില്ല. അതാണ് വേർപെട്ട ജീവിതം. അതിനുവേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതും നമ്മെ അതിലേക്ക് നയിച്ചതും. ഇന്ന് ഇതെല്ലാം കേൾക്കുമ്പോൾ കർത്താവെ, അങ്ങനെ ജീവിക്കുന്ന ഞങ്ങളെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് പ്രത്യേകം കാക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ ലോകം നമ്മളെ പകയ്ക്കും. ലോകം നമ്മെ പകയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പല അസ്വസ്ഥതകളുണ്ട്. അതിനെ ജയിക്കാൻ യേശു പിതാവിനോട് പറയുകയാണ്, ദുഷ്ടന്റെ കയ്യിൽ ഇവർ പെടരുത്, ചതിയിൽ പോയി പെടരുത്, എടുത്ത തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകരുത്, എടുത്ത ഉറച്ച തീരുമാനത്തിൽ അവസാനം വരെ ഇവർ നിൽക്കാനിടയാകും. അവർ കൃപയിലായിരിക്കണം. അതാണ് അവിടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്നത്തെ ഈ വചനങ്ങൾ ഞങ്ങളെ ലോകത്തിൽ ജീവിക്കാൻ ശക്തരാക്കുകയും അപ്പോൾ തന്നെ ലോകം ഞങ്ങളിൽ കയറാതെ വള്ളം വെള്ളത്തിൽ കിടക്കണം, എന്നാൽ വെള്ളം വള്ളത്തിൽ കയറരുത് എന്ന ചൊല്ലുപോലെ ഈ ലോകത്തിൽ ഞങ്ങളായിരിക്കുമ്പോഴും ലോകം ഞങ്ങളുടെ ഉള്ളിൽ വരാതെ ഞങ്ങളെ പ്രത്യേകം അങ്ങ് പരിപാലിച്ച് ഞങ്ങളുടെ കൃപയിൽ വഴി നടത്തണം. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഈ ഭൂമിയിൽ ബിസിനസ് ചെയ്യണം, ജോലി ചെയ്യണം, സ്കൂളിൽ പോയി കുഞ്ഞുങ്ങൾക്ക് പഠിക്കണം, ഓഫീസിൽ പോകണം, സമൂഹമായിട്ട് ബന്ധം വേണം, രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധം വേണം, പലതരത്തിലുള്ള ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്നവരാണല്ലോ ഇവർ. അപ്പോൾ തന്നെ അതിലായിരിക്കുമ്പോൾ തന്നെ തങ്ങളെ തന്നെ ദൈവകൃപയിൽ സൂക്ഷിക്കാനുള്ള ഒരു പ്രത്യേക ശേഷി കൊടുക്കണം. ദുഷ്ടന്റെ കയ്യിൽ ആരും പെട്ടുപോകരുത്. അവരെ പ്രത്യേകം സംരക്ഷിക്കണം. ഞങ്ങളവരെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കാവൽ അവർക്കുണ്ടാകണം. കൃപയിൽ എല്ലാവരെയും ഭരമേൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാവരെയും പൊതിഞ്ഞ് സൂക്ഷിക്കണം. യോബ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് യാഗം കഴിച്ചതുപോലെ ഞാനിവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വേലി കെട്ടി ഇവരെ സൂക്ഷിക്കണം. ഒരാൾ പോലും നഷ്ടപ്പെടരുത്. ഇത് ശ്രദ്ധിക്കുന്ന എല്ലാവരുടെയും അകത്ത് ഒരു ദൈവസ്നേഹവും വിശ്വാസവും വർദ്ധിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. ദൈവശക്തിയാൽ എല്ലാവരെയും കാക്കണം. സൗഖ്യങ്ങളും വിടുതലും ഓരോ കുടുംബത്തിലും ഉണ്ടാകണം. ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർക്കും പ്രത്യേക അനുഗ്രഹം ഉണ്ടാകണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഇന്ന് ഉച്ചയോടുകൂടി നമ്മുടെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന സമാപിക്കുന്നു. നാളെ ഒരു സന്തോഷ വാർത്തയുള്ളത്. ഇന്നലെ പറഞ്ഞതുപോലെ സിസ്റ്റർ മേരി കൂവർ എന്ന കർത്താവിൻ്റെ ദാസിയുടെ മകൾ സാറാ കൂവർ അതേപോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ദൈവദാസി പ്രൈസ് ജനറേഷൻ ചർച്ചിൽ ശുശ്രൂഷിക്കുന്നു. എല്ലാവരും കടന്നു വരണം. ദൂരെയുള്ളവർ മീഡിയയിലൂടെ ഓൺലൈനായിട്ട് പങ്കെടുക്കണം. പ്രൈസ് ജനറേഷൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും നിങ്ങളുടെ കൂട്ടായ്മയും കൈത്താങ്ങലും സ്നേഹവും ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തമ്മിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു.